ആയിരുന്നുവെങ്കിൽ സുപ്രഭാതം ഇവിടെ പുലരുമായിരുന്നില്ല. ആ തരത്തിൽ നമ്മളൊക്കെ മനസ്സുകൊണ്ട് കൊതിച്ചിട്ടേ ഉള്ളൂ. ആ മനുഷ്യന് ഊണും ഉറക്കുമില്ലാതെ അതിനുവേണ്ടി ഓടി നടന്നത് അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ബോധ്യമാകൂ. അങ്ങനെ ചെയ്യേണ്ടത് മുഴുവനും നിർവഹിച്ച് ഇന്ന് നമുക്ക് പ്രയാസകരമല്ലാത്ത വിധത്തിൽ ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ പാകത്തിൽ ആക്കി തന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട വാപ്പുസ്താദ് നമ്മുടെ ഇവിടെ പറഞ്ഞത്, അള്ളാഹു അവിടുത്തോട് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉഖ്റവിയായ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഈ സമയത്ത് ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങൾ എന്ന നിലക്ക് അല്പം ശ്രദ്ധേയമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറ്റിയ സമയമല്ല, ഇനി ഉറങ്ങിക്കിടക്കാൻ പറ്റിയ സമയമല്ല. ബഹുമാനപ്പെട്ട സ്വാദിഖ് ഉസ്താദിനെ പോലത്തെ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരൊക്കെ നമ്മെ നയിക്കാനുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മനസ്സിന്റെ ഖുവ്വത്ത് പോലെ ശരീരത്തിനും അള്ളാഹു നല്ല ഖുവ്വത്ത് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് ഇൻഷാ അല്ലാഹ് അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് ഈ ഒരു നല്ല സമയത്ത്, പ്രത്യേകിച്ച് സമസ്തയുടെ മഹാനാകുന്ന പ്രസിഡന്റിനെയും ഖജാൻജിയെയും ഒക്കെ സ്വീകരിക്കുന്ന ഈ ഒരു സമ്മേളനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നേതാക്കന്മാരൊക്കെ എത്തിച്ചേരും. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഒരു നേതൃത്വത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് എന്താണോ നേതൃത്വം നമ്മോട് പറയുന്നത് അതിന്റെ കൂടെ നിന്നുകൊണ്ട് ദീനി പ്രവർത്തനം നടത്താൻ നമുക്കൊക്കെ കഴിയണം. ഇന്ന് ഇപ്പോൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒറ്റപ്പെട്ട വ്യക്തികളല്ല. വ്യക്തിപരമായിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കല്യാണത്തിന് വിളിക്കുന്നത് പോലെ വിളിച്ചിട്ടല്ല നിങ്ങളൊന്നും ഇവിടെ എത്തിച്ചേർന്നത്. സെക്രട്ടറിമാരായിരിക്കും, മദ്രസ തലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തിന്റെ മതകാര്യങ്ങൾക്ക് സജീവമായ പങ്കാളിത്തത്തിലേക്ക് വന്നിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ അമരത്തിരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശുദ്ധ നേതൃത്വമായി കടന്നുപോയ പല ആളുകളെയും ഈ സമൂഹത്തിന് നന്നായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ ഇവിടെ ഇല്ലാതെയാകുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടിച്ചിടാൻ പറ്റുമോ, ഇത് നശിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ സംഘടനാ സംവിധാനത്തിന്റെ ഈ ആത്മീയ സംരംഭത്തിന്റെ ശത്രുക്കളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാലത്തും രണ്ടു കാര്യം ഓർക്കേണ്ടതുണ്ട്. അതാതു കാലത്ത് നമുക്ക് നേതൃത്വത്തിലേക്ക് ആരെയാണോ അള്ളാഹു കൊണ്ടുവരുന്നത് അവർക്ക് അള്ളാഹു പ്രത്യേകമായ ഒരു ഖുവ്വത്തും ഒരു പ്രത്യേകമായ ഹിമ്മത്തും നൽകും. നമ്മളാരും വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, അവർക്ക് പ്രത്യേകമായ ഹിമ്മത്ത് അള്ളാഹു നൽകലാണ്. ഇപ്പൊ കാളമ്പാടി ഉസ്താദ് റഹിമഹുല്ലാ, നമുക്കറിയാലോ ഉസ്താദിന്റെ ഒക്കെ അവസ്ഥ. ഒരു പഴയകാല ആലിമായി കിതാബ് ദർസ് നടത്തി ജീവിക്കുന്ന ഒരു പാവം ഉസ്താദ്. പക്ഷെ ഈ സംഘടനാ രംഗത്തേക്ക്, സമസ്തയുടെ തലപ്പത്തേക്ക്, അമരത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നതോടുകൂടി മഹാനാകുന്ന ഉസ്താദിന്റെ ആ ആർജവം നമുക്ക് ബോധ്യമാവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ആദ്യകാല നേതാക്കന്മാരെ മുതൽ പരിശോധിച്ചാൽ ഇതുവരെ ആ പദവിയിലേക്ക് വന്നിട്ടുള്ള മഹാരഥന്മാർക്കൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് പ്രത്യേകമായ ഒരു ഹിഫ്ളും പ്രത്യേകമായ ഒരു കരുത്തും നൽകാറുണ്ട്. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ തന്നെയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുൻ കടന്നുപോയ നമ്മുടെ മഹാരഥന്മാരാകുന്ന ഉസ്താദുമാരുടെ, മശായിഖുമാരുടെ, നേതാക്കന്മാരുടെ ഒരു ആത്മീയമായ നേതൃത്വം അത് സമസ്തക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. ഈ ആത്മീയ നേതൃത്വം എന്ന് പറഞ്ഞ ജീവിച്ചിരിപ്പുള്ള നേതൃത്വവും വഫാത്തായി പോയ നേതൃത്വവും രണ്ടും നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. അവരുടെ ആ തണലായി നമുക്ക് ജീവിക്കേണ്ടതാണ്. ഇവിടെ ദീനിൽ നിന്ന് നാം അകന്നു പോയാൽ, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അവസാനിപ്പിക്കണം. സ്വാദിഖ് ഉസ്താദ് സുഖമില്ലാത്ത ഈ ഒരു സമയത്ത് വളരെ ദൂരം യാത്ര ചെയ്തു വന്നു. ഇവിടെ വന്ന് അല്പസമയം താഴെ ഇരുന്നു. ഇതൊക്കെ ശാരീരിക പ്രയാസം കൊണ്ടാണ്. മനസ്സ് എപ്പോഴും നമ്മേക്കാൾ ആവേശമാണ്, നമ്മേക്കാൾ ഊർജ്ജസ്വലനാണെങ്കിലും ശരീരത്തിന് ക്ഷീണമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് വേഗം ഉസ്താദിന് വഴിമാറി കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത്, അനുയായികളാകുന്ന നാം അള്ളാഹുവിനെ ഭയപ്പെടാതെ, നാം ഹറാമ് ചെയ്യുന്നവരായി, നാം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി, ദീനീ പ്രവർത്തനത്തിൽ താല്പര്യം ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റുന്ന ഒരു നേതൃത്വത്തെയാണ് അള്ളാഹു തരിക. ഇത് നാം ഒക്കെ ശ്രദ്ധിക്കണം. ദീന്റെ കൂടെ സദാ സന്നദ്ധരായി നിൽക്കുന്നവരാണെങ്കിൽ അതിന് പറ്റുന്ന നേതൃത്വത്തെ അള്ളാഹു നമുക്ക് നൽകും. ഇവിടെ ഇൽമു കൊണ്ട് ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന മഹാരഥന്മാർ. തങ്ങൾ ഉസ്താദിന്റെ ഇൽമ് ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട മമ്പുറം ഖുതുബുസ്സമാൻ തങ്ങളുടെ ആ കബീലയിൽപ്പെട്ട ഒരു മഹാനാകുന്ന സയ്യിദ്, ഒരു മഹാനാകുന്ന ഒരു ആലിമ്,
മഹാനാകുന്ന ശംസുൽ ഉലമായി തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹാരഥന്മാരുമായിട്ടുള്ള ഏറ്റവും കൂടിയ അടുപ്പമുള്ള ഒരു മഹാപണ്ഡിതൻ എന്നല്ല, പരിശുദ്ധമായ ദീനിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന സമയത്തൊക്കെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശമുള്ള നിലപാടിന്റെ കൂടെ നിൽക്കുന്നവർ, ഈ സമുദായത്തിൽ ഒരു ഭിന്നതയും വരാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന മഹാന്മാർ, ഇങ്ങനത്തെ ഒരു നേതൃത്വത്തെ അള്ളാഹു നമുക്കിപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നാം അല്പം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 90 വർഷം മുമ്പ് വരക്കൽ തങ്ങളവർകൾ സ്ഥാപിച്ച ആ കാലം മുതൽ ഈ കാലം വരെ പരിശോധിക്കുമ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലം ഇന്നാണ്. ശരീഅത്തിനെ ചോദ്യം ചെയ്യാൻ ഒറ്റപ്പെട്ട വ്യക്തികൾ മാത്രമല്ല, ചെറിയ സംഘങ്ങൾ മാത്രമല്ല, ഭാരതം ഭരിക്കുന്ന ഭരണാധികാരികൾ വരെ ശരീഅത്തിനെ ചോദ്യം ചെയ്യാൻ വരികയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഹിഫ്ള് വേണോ? നാം ശരീഅത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്, നാം ദീന്റെ കൂടെ നിൽക്കേണ്ടവരാണ്. മുഅല്ലിമുകളായതുകൊണ്ട്, ആലിമീങ്ങളായതുകൊണ്ട് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഒരു ബഹുഭൂരിഭാഗം ആളുകളാണ് ഈ സദസ്സിലുള്ളത് എന്നുള്ളത് കൊണ്ട് മദ്രസ രംഗത്തുള്ള ഇൽമിനോട് കേവലം നമുക്കുണ്ടാവേണ്ട ബന്ധം ഒരു സേവനം, ഒരു ജോലി എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമുമായി ഉള്ള ബന്ധം തന്നെ നമ്മുടെ കൽബിൽ ഉണ്ടാകുമ്പോഴേ അള്ളാഹു നല്ല നേതൃത്വമൊക്കെ ദീർഘകാലം നമുക്ക് തരൂ. ആ തരത്തിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും നമ്മുടെ ജീവിതത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ക്രമീകരിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഉണർത്തട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആ ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരങ്ങളായി കിടക്കുന്ന, കൊമ്പുകളായി കിടക്കുന്ന ഏതൊക്കെ സംഘടനകളുണ്ടോ, സുന്നി മഹല്ല് ഫെഡറേഷൻ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി യുവജന സംഘം, SKSSF, സുന്നി ബാലവേദി, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഘടകങ്ങളും എല്ലാം സമസ്തയുടേത് തന്നെയാണ്. നാം തന്നെയാണ് എല്ലാം വളർത്തേണ്ടത്, നാം തന്നെയാണ്. നാളെ നടക്കുന്ന മനുഷ്യ ജാലിക അടക്കം, നാളെ നടക്കുന്ന SBയുടെ ബാല ഇന്ത്യ അടക്കം, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മഹല്ല് ഫെഡറേഷന്റെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ എല്ലാറ്റിന്റെയും പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. മഹാനാകുന്ന തങ്ങൾ ഉസ്താദിന്റെ മനസ്സിനകത്തുള്ള വലിയ ഒരു ആഗ്രഹം, ഈ സംഘടനാ സംവിധാനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിർത്തിയിട്ട് നാം എല്ലാവരും ഒരു ഉമ്മയുടെ മക്കളെ പോലെ സഹോദരന്മാരായിട്ട് കേരളക്കരയിൽ ഇനി പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു വിപ്ലവം നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ആദർശ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ കീഴടങ്ങളെയും വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ഉടനെ മഹാനാകുന്ന തങ്ങൾ ഉസ്താദ് ആദ്യമായി പറഞ്ഞത്. ഇതിന് ശക്തി പകരേണ്ടത് മഹല്ലു തലത്തിൽ, മദ്രസ തലത്തിൽ, റേഞ്ച് തലത്തിൽ, ക്ലസ്റ്റർ തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, മണ്ഡലം തലത്തിൽ നാം ആണ് എന്ന് മനസ്സിലാക്കി നാം എല്ലാവരും സമസ്തക്ക് ശക്തി പകരുക. നഷ്ടപ്പെട്ട നേതാക്കന്മാർക്ക് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യോഗ്യരാകുന്ന നേതാക്കന്മാരെ നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ ആ ഒരു പരിശുദ്ധമായ തവക്കുലും ആ ഒരു പരിശുദ്ധമായ നന്മ നിറഞ്ഞ നിലപാടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഏതു സമയത്തും നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരേണ്ടത് മരിക്കുന്നത് ഈ പ്രവർത്തന രംഗത്ത് ആകുമ്പോൾ ആയിരിക്കണം. വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ അങ്ങ് മരിച്ചു പോകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കുറെ കാലം കടന്ന് ജനങ്ങളൊക്കെ നമ്മെ മറന്നുപോയി. അങ്ങനെ മരിക്കുന്നതിനേക്കാൾ ഈ ഒരു പ്രവർത്തന രംഗത്ത് നമുക്ക് മരണപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വേണ്ടത് നല്ല ആഫിയത്താണ്, നല്ല ആഫിയത്താണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എനിക്കാകൂല, എനിക്ക് സുഖമില്ല, എനിക്ക് തിരക്കാണ്, ഒഴിവല്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ അള്ളാഹു പിന്നെ നമ്മുടെ ആഫിയത്ത് എടുത്തു കളയും, നമ്മുടെ ഖുവ്വത്ത് അള്ളാഹു എടുത്തു കളയും. എന്നാൽ അതൊന്നും എടുത്തു കളയാതെ അള്ളാഹു നമുക്ക് എല്ലാം ബറക്കത്തോടെ തരണമെന്നെങ്കിൽ മുഴുവൻ റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുക. സ്വഹാബത്തിൽ 2 പ്രധാനികൾ, ഒന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. സജീവ രംഗത്തുള്ള ധാരാളം ആളുകളെ കൊണ്ട് 2 ആളെ പേര് ഞാൻ പറയുന്നു എന്ന് മാത്രം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, 2 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാ. ആ സംസാരം മധ്യേ 2 പേരും ഒരു തീരുമാനത്തിലെത്തി, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യം മരിക്കുന്നത്, ആരാണ് ആദ്യം മരിക്കുന്നത്, ആ ആള് മരിക്കാത്ത ആൾക്ക് ഖബറിലെ അവസ്ഥയും മരണശേഷമുള്ള അവസ്ഥയും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സാധിക്കുമോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ സാധിക്കും, ഒരു സംശയമില്ല, അങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു. സുഖമില്ലാതെ കിടക്കുന്ന മഹാനാകുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പലരും വരുന്നുണ്ട്. അങ്ങനെ ആ വരുന്നതിനിടയിൽ പെട്ടെന്ന് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ജിന്നുകളല്ലാത്ത മനുഷ്യരല്ലാത്ത പല ആളുകളും എന്റെ മുമ്പിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ഈ റൂമിലൊക്കെ നല്ല സുഗന്ധം ഉപയോഗിക്കണം, നെറ്റിത്തടത്തിലൊക്കെ കസ്തൂരി ഒന്ന് പുരട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുക. സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് റൂമിൽ കിടക്കുകയാണ്. ഭാര്യ പറയുന്നു, റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇടക്കിടക്ക് ഞാൻ ശബ്ദം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. ആരോ വന്ന് സലാം പറയുന്നു, വാതിൽ തുറന്നിട്ടൊന്നുമില്ല, ആരോ വന്ന് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക യാ സ്വഹിബ റസൂലില്ലാ. ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടൊക്കെ പലരും വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ റൂമിൽ പോയി തുറന്നു നോക്കുമ്പോൾ പുഞ്ചിരി തൂകി മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാ കണ്ടതാണ്. ആ മരണം കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ ഒരു നട്ടുച്ച സമയത്ത് മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു, നാം തമ്മിൽ പറഞ്ഞു തീരുമാനിച്ചതുപോലെ എന്താണ് മരണശേഷമുള്ള അവസ്ഥ. ഇത് ചോദിക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ ഖിദ്മത്ത് ചെയ്തത് കാരണം, പ്രവർത്തിച്ചത് കാരണം ഇന്ന് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും എല്ലാവരോടും പറയേണ്ടതും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉപദേശിക്കുന്നതൊക്കെ മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ താരീഖിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ഈ വേഷവും നമ്മുടെ ശൈലിയും ബാഹ്യമായ സംസാരങ്ങളും ഈ പ്രഭാഷണങ്ങളും ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു പരലോകത്തേക്ക് പോകാനുണ്ട് എന്നുള്ള ചിന്തയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനി ഖിദ്മത്തിൽ നമ്മളൊക്കെ സജീവമാകുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ SKSSF, SYS എല്ലാ സംവിധാനത്തെയും ഒന്ന് സജീവമാക്കിക്കൊണ്ടിരിക്കുക. മുഅല്ലിമുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ SYSനെ സജീവമാക്കാൻ കഴിയും, SKSSFനെ സജീവമാക്കാൻ കഴിയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഈ സമയത്ത് എല്ലാ ഘടകങ്ങളെയും സജീവമാക്കുന്നതിന് ഇന്നത്തെ ഈ സദസ്സ് ഒരു കരുത്തു നൽകണം. അതിലേക്ക് ആവശ്യമുള്ള ഉപദേശങ്ങളൊക്കെ മഹാനാകുന്ന ശൈഖുനാ CK സ്വാദിഖ് ഉസ്താദിൽ നിന്ന്, മഹാനാകുന്ന തങ്ങൾ ഉസ്താദിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. അവർക്കൊക്കെ വഴിമാറിക്കൊണ്ട് മഹാന്മാരാകുന്ന നമ്മോട് വിട പറഞ്ഞ ഉസ്താദുമാർക്ക്, നേതാക്കന്മാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ ദറജ പരലോകത്ത് നൽകട്ടെ. അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് കാമില ഈമാൻ ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം റൂഹ് വിട പറയുന്ന സമയമാക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ബഹുമാന പുരസ്സരം നിങ്ങൾക്ക് വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനവർകളെ, മറ്റു ഈ വേദിയിൽ സംബന്ധിച്ച സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള സഹപ്രവർത്തകന്മാർ, സർവശക്തനായ റബ്ബ് ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ മർഹൂം കൂട്ടുമല പാപ്പുസ്താദിൻ്റെ എണ്ണമാണ് നടക്കുന്നത്. ഈ അടുത്തായി കുറേ ആളുകൾ നമ്മുടെ നേതാക്കന്മാരെ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്
ഉഷാവറയിൽ ഒഴിവ് വന്ന കുറേ സ്ഥലത്ത് ഒഴിവിലേക്ക് കുറേ ആളുകളെ കയറ്റി പല ജില്ലകളിലുമായിട്ട്. അപ്പം എന്നോടൊരാൾ തമാശയായിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ എന്ന കീഴ സമസ്യയിൽ കരിക്കേണ്ട ആൾക്കാരെ മരിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആളുകളൊക്കെ കുറേ ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. ആ സ്ഥാനത്തേക്കൊക്കെ ആളെ കയറ്റി. ഇനിയിപ്പോൾ സ്ഥാനത്തേക്ക് ആളെ കയറ്റാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഒഴിവുന്ന സ്ഥലത്തേക്കൊക്കെ ആൾ എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും സേവനം ആവശ്യമായിരുന്ന ഈ അടുത്ത ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട കൊട്ടുവര വാപ്പു ഉസ്താദിനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹവുമായി ചെറുപ്പത്തിലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ ബഹുമാനപ്പെട്ട കൊട്ടുവര ഉസ്താദിൻ്റെ ദർസിൽ പനയത്തില പള്ളിയിൽ ഞാൻ കുറച്ചു കാലം താമസിച്ചിരുന്നു. അന്ന് വാപ്പു ചെറിയ കുട്ടിയാ, അവൾ വികൃതി കാട്ടിങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നത് പ്രായമാണ്. വളരെ ചെറിയ പേരാ വിളിക്കുക. ആ വിളി തന്നെ ഞാൻ ഇതുവരെയും വിളിച്ചത്. എന്നല്ലാതെ മുസ്ലിമായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനപ്പേര് കൂട്ടി വിളിക്കേണ്ടി വന്നില്ല. അങ്ങനെ സദസ്സിൽ പറയുമ്പോൾ മാത്രം വാപ്പുസിനെ പറയുന്നത് പറയല്ലാതെ സാധാരണഗതിയിൽ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വെറും വാപ്പു ആണ് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പല കഴിവുകളും എടുത്തു പറയത്തക്കതാണ്. ഈയിടെ ജാനുസൊക്കെ അറിയാം, ചില ജില്ലകളിൽ നിന്നൊക്കെ സമസ്തയിലേക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സന്ദർഭം വന്നു. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ വീതം മതി, എന്നാലില്ല എല്ലാ ജില്ലക്കാർക്കും നമുക്ക് ആളെ കൊടുക്കാൻ കഴിയും, ആളെ എടുക്കാൻ കഴിയും. ഇപ്പോൾ ആലപ്പുഴ നിന്ന് വന്നിട്ടില്ല, ആലപ്പുഴക്കാരെന്ന് വിളിച്ചിരുന്നു. ഇത്ര വലിയ സമ്മേളനമൊക്കെ നടത്തിയിട്ട് ഒരാളെപ്പോലും സമസ്തയുടെ മുഷാവറയിലേക്ക് ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് എടുത്തിട്ടില്ല. എറണാകുളം വരെ എത്തിയിട്ടുണ്ട്, അതിനപ്പുറമൊന്നും ആരും എടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെ വാപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതിനൊക്കെ ചില മാർഗങ്ങൾ അദ്ദേഹം കണ്ടുവച്ചിരുന്നു. അപ്പം അങ്ങനെ ഈ ജില്ലകൾ നാടെടുക്കണ സന്ദർഭം വന്നപ്പോൾ തർക്കമായി. ഒരു കൂട്ടർ വന്നിട്ട് പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ആളെടുക്കണം, വേറൊരു കൂട്ടർ വന്നിട്ട് പറയും വേറൊരാളെടുക്കണം. ഇങ്ങനെ തർക്കം വന്നപ്പോൾ വാപ്പുസ്തീൻ അവിടെ ചെയ്തത് ഈ രണ്ടാളെടുത്തു. തർക്കം വന്നപ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരാളെ എടുക്കേണ്ട സ്ഥാനത്തേക്ക് രണ്ട് കൂട്ടർ വന്ന് രണ്ടാളെ പറഞ്ഞപ്പോൾ ഒരു രണ്ടാളും ഇരുന്നോട്ടെയാണ്. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. ഇതുപോലെ പല വിഷമം പിടിച്ച പല കാര്യങ്ങളും സംഘടനാപരമായ കാര്യങ്ങൾ വളരെ ഹിക്മത്തോടുകൂടി ആർക്കും വേദനയും പ്രയാസവും തോന്നാത്ത നിലക്ക് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ പരിഹരിക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അത് നമുക്ക് ഓർമ്മയുള്ള ആളുകളൊക്കെ ഈ സദസ്സിലുണ്ടാവും. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കഴിയാത്ത പല കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ സുപ്രഭാതം പത്രം, എഞ്ചിനീയറിംഗ് കോളേജ്, ഇതൊക്കെ ഒരു അത്ഭുത വസ്തുക്കളാണ്. ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളെപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർ ഒപ്പിട്ട് ജാമിഅ നൂരിയയുടെ പേരിൽ കോളേജ് അനുവദിച്ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സമസ്തക്കാരൻ നഴ്സറി ക്ലാസ് നടത്തട്ടെ, അവർ എഞ്ചിനീയറിംഗ് കോളേജ് നടത്താൻ ആഴ്ച പരിഹസികളുടെ ആൾക്കാരെ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്ന് സ്വീകരണം ഏറ്റുവാങ്ങി എന്ന് ആളെ പേരൊക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ അവരൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി സംശയം വേണ്ട, തങ്ങൾ വരുമോ എന്ന് ചർച്ച പറഞ്ഞിപ്പോടെ തങ്ങൾ വന്നു, ഉറപ്പായിട്ടുണ്ടായിരുന്നു തങ്ങൾ. അപ്പൊ അങ്ങനെ
മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ സഹോദരൻ ബാപ്പു സീറോൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. അതിൻ്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കാളമ്പാടി ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒരു മസാല വെച്ചുകൊണ്ട് ഒരാളെ അയച്ചു. ഒരാളല്ല, ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അവർക്ക് അറിയേണ്ടത് അവരുടെ ഹത്തീബ് എന്നും ഇടത്തേക്കാൽ വെച്ചിട്ടാണ് മിമ്പർമ കയറുക. എല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബ് ഇടത്തേക്കാല് വെച്ചിട്ടാണ് മിമ്പറിൽ കയറുക. അപ്പോൾ അതിൻ്റെ മസാല എന്താണ് എന്ന് ചോദിച്ചിട്ട് അടുത്ത് വന്നു. ഞാനങ്ങനെ കിതാബ് നോക്കൽ പതിവില്ല. എന്തെങ്കിലും ആവശ്യം വന്ന വല്ല ഉസ്താദാണ് ചോദിച്ച് പറഞ്ഞു കൊടുക്കലാണ്, കുടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ജുമാ പിരിഞ്ഞ ഉടനെ ഒരു കൂട്ടർ വരിക. ഏത് കാലാണ് മിമ്പർമ കയറ്റിയേക്കേണ്ട ചോദ്യം. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. അപ്പോൾ ഞാനൊരു എഴുത്തുണ്ടാക്കിയിട്ട് കാളമ്പാടി ഉസ്താദിന് കൊടുത്തയച്ചു. അപ്പം അന്ന് കാളമ്പാടി ഉസ്താദ് വീട്ടിലുണ്ടാണ് ദിവസം, മറ്റേ കോളേജിലുണ്ടാണ് ദിവസമല്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, പിന്നെ കാര്യം കഴിഞ്ഞ് പോരുമ്പോൾ പൈസ എന്തെങ്കിലും ചാക്കാശ് കൊടുത്ത് പോകുന്നുണ്ടോ, നല്ലത് അവിടെ സാധുവാണെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും മൂപ്പരടുത്ത് വരെ ചെന്നു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ മൂപ്പര് ചോദിച്ചു, ഈ പള്ളി ഉണ്ടായിട്ട് എത്ര കാലമായി? അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. ഒരാൾ പറഞ്ഞു 300 കൊല്ലമായിട്ടുണ്ടാവും പറഞ്ഞു. അപ്പം ഈ കാലത്തിലടക്കം ആരെങ്കിലും അവിടെ ഇങ്ങനെ ഇടത്തേക്കാർ മാത്രം വെച്ച് കയറിയിട്ടുണ്ടോ? ഇല്ല, അത് ഇടത്തേതോ വരത്തേതോ വെക്കരുത് ഞങ്ങൾ നോക്കിയിട്ടില്ല. പക്ഷെ ഇയാൾ കരുതി കൂട്ടി ഇടത്തേക്കാരേ വെക്കുള്ളൂ. മറ്റുള്ള ആൾക്കാരൊക്കെ ഇടത്തേതും വെക്കും വരത്തേതും വെക്കും, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആ ഉസ്താദിനൊപ്പം ചെന്നിട്ട് അസറിൻ്റെ മുമ്പ് പിരിച്ചു കൊടുക്കും. പള്ളി ഈ 100 കൊല്ലം പഴക്കമുള്ളൊരു പള്ളിയിലെ ഇതുവരെ നടന്നു വന്ന ആചാരത്തിനും നടപടിക്കും എതിരായിട്ട് ചെയ്ത ഉസ്താദ് ധിക്കാരിയാണ്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് പിരിച്ചു വിടണം എന്ന് പറഞ്ഞു. പിന്നെ അറബിയിലൊരു കത്തും എഴുതിയിട്ട് ഒരു മസാല. അപ്പം കത്തിൽ എൻ്റെ ബാബൊന്നും മിമ്പറിൻ്റെ ബാബൊന്നും അല്ല ഉള്ളത്. കുറച്ച് വാർത്തൊക്കെ വെച്ചിട്ട് ചുരുക്കി പറഞ്ഞ ഹിയാറാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏത് കാലും വെച്ച് കയറാം. വലത്തേതാണെങ്കിൽ വലത്തേത്, ഇടത്തേതാണ് ഇടത്ത്, എന്ന കാലിൽ വെച്ച് കയറുന്ന തയ്യലല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അറബിയുടെ കത്ത് പോലെ എഴുതി മസാലൊക്കെ കിതാബിന് ഭാഗത്ത് കെട്ടി വെച്ച് എഴുതി. അങ്ങനെ അന്ന് അസറിൻ്റെ മുമ്പായിട്ടുള്ള ഉപ്പര് പറഞ്ഞതുപോലെ ചെന്ന് ആദ്യം മുഴുവനെ പിരിച്ചുവിട്ടു. ഇങ്ങനെ പല സംഭവങ്ങളിലും നമ്മുടെ ഉസ്താദന്മാരെ കാണിച്ചു തന്നിരുന്ന മാതൃകകളും അവരുടെ ധൈര്യവും ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഉസ്താദന്മാരെ കൊണ്ട് പല നേട്ടങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഉസ്താദന്മാരുടെയും കഴിവും അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായ ചില സംഭവങ്ങളൊക്കെ നമ്മൾ മറക്കാതെ എടുത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം നിങ്ങളും പറഞ്ഞു, ഞാൻ പറയാം, കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ വരികയാണ്. മൂപ്പർക്ക് കാറില്ല, കാറ് കൊടുക്കാണ്ട് വേണ്ടായിരുന്നല്ലോ. മടനീശി അവതങ്ങൾ മൂപ്പർക്ക് കാറ് ഓടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എനിക്ക് കാറ് വേണ്ട, എൻ്റെ വീട്ടിലേക്ക് റോഡില്ല, മൂപ്പർ തല്ലിക്കടഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ ഇവിടെ അവിടെ മലപ്പുറം കുന്നുമ്പത്തുമ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി നിർത്തണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുനവ്വറലി അവതങ്ങൾ വരുന്നു. നിങ്ങളവിടെ ഇരുന്നാൽ മതി. അങ്ങനെ കുന്നിൻ്റെ മുകളിലത്തെ പുസ്തകം കാറ് നിർത്തണം എന്ന് പറഞ്ഞു. കാറ് നിർത്തി. അപ്പം എന്തോ സാധനം വാങ്ങാനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഡ്രൈവറെ പറഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി, എന്താ വേണ്ടതെങ്കിൽ. അല്ല, ഞാൻ വിളിച്ചോണ്ടിരാ, നിങ്ങളില്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കണ്ടെന്ന് അപ്പം മറുപടി പറഞ്ഞു. അപ്പോൾ ഒരു കാർ നിർത്തി ഇറങ്ങിപ്പോയി. വരുമ്പോൾ ഒരു മെഴുകുതിരി ഉണ്ട്, തീപ്പെട്ടി, ആ സാധനം അത് മേടിച്ചിങ്ങനെ വരിക. പറഞ്ഞു, ഇവിടെ പിന്നെ വീട്ടിൻ്റെ അവിടുന്ന് കാറ് നിർത്തിയാലും അങ്ങനെ നടന്നു പോകണമെങ്കിൽ വെളിച്ചം വേണം, അവിടേക്ക് റോഡില്ല. അപ്പം അതുകൊണ്ട് നേരത്തെ കരുതിയിലെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു തീപ്പെട്ടിക്കൊള്ളി ഒരു പിന്നെ മെഴുകുതിരി വാങ്ങാൻ മൂപ്പര് സ്വന്തം ഇറങ്ങിപ്പോയി.
കീശന്ന് കാശെടുത്ത് ഒപ്പിട്ട് പറഞ്ഞാൽ വിളിച്ചെടുക്കാൻ കഴിയും, പക്ഷേ ആവശ്യപ്പെട്ടില്ല. ആ നിലക്കത് അവിടുന്ന് കൊടുന്ന് ഒപ്പിട്ട് പോയിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ അമ്മർത്തോടെ വീട്ടിലേക്ക് കാറ് പോകില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക ചില കാര്യങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്കൊന്നും അങ്ങനെയുള്ള ഒന്നും എടുത്തു പറയാനില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട നമ്മുടെ വാപ്പുസ്യരുടെ വഫാത്ത് മൂലം നമുക്ക് സംഭവിച്ച ഒരുപാട് നഷ്ടം അത് നമുക്ക് അടുത്തൊന്നും പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഒരുപാട് സ്ഥാനങ്ങളും ഉയർന്ന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സെക്രട്ടറി സ്ഥാനം, അതുപോലെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി സ്ഥാനം, ഇതുപോലെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇതൊക്കെ ബാപ്പുസ്യർ കൈകാര്യം ചെയ്തതുപോലെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല തങ്ങൾ വേറെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്, എല്ലാ സ്ഥാനങ്ങളും ഒരാൾക്ക് വെച്ചിട്ട് കൊടുക്കണ്ട. കൂട്ടത്തിൽ ഒരുപാട് ആളുണ്ടല്ലോ, എല്ലാ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കണം. അങ്ങനെ എല്ലാ ആളുകളും ഒരാളെ തന്നെ എല്ലാ സ്ഥാനവും ഏറ്റി അടക്കുന്ന പണി വേണ്ട എന്നൊക്കെ നമ്മൾ പുതിയ പ്രസിഡന്റ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ ഇനി വരാനും കണ്ടറിയാം, അമ്മ കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും ഇപ്പോൾ വാപ്പൂരിൻ്റെ സ്ഥാനം എഴുതണമെങ്കിൽ 2 പേജ് പേപ്പർ കൊണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കൂടെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളപ്പം കാണാനില്ല. അപ്പം അതുകൊണ്ട് പറ്റാവുന്ന ആൾക്കാർക്ക് പറ്റാവുന്ന ജോലി കൊടുത്തിട്ട് നമുക്ക് ഒരു അധികാര വികേന്ദ്രീകരണം വരുത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അവർകളെ. അപ്പം അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയല്ല. വാപ്പുസ്യരുടെ സേവനം ഇവിടെ വലുതായിരുന്നു. അദ്ദേഹം ചെറുപ്പം മുതൽക്ക് തന്നെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാനും അദ്ദേഹവുമായി ബന്ധമുണ്ട്. അങ്ങനെ സംഘടനാ രംഗത്തും കോളേജിൽ ഞാനും അദ്ദേഹം ശരീക്കല്ല, പക്ഷെ കോളേജിൽ അത് ഉണ്ടായിരുന്നു. അയാളുടെ സമയത്ത് ശരീക്കായിട്ട് ഓതിയിട്ടില്ല. അദ്ദേഹം മറ്റേ പൊട്ടച്ചർ അൻവരിയിൽ നിന്നാണ് ജാമ്യയിലേക്ക് വന്നത്. അതിന് മുമ്പ് കുറച്ചു കാലം ജാമ്യയിലൊക്കെ വാപ്പാടെ കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹം വഹിച്ചിരുന്ന ആ സ്ഥാനങ്ങളൊക്കെ അതിൻ്റെ ചിട്ടപ്രകാരം അതിൻ്റെ മട്ടപ്രകാരമൊക്കെ അത് നടത്താനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് മൂലം നമ്മുടെ സംഘടനയൊക്കെ ഒരുവിധ കോട്ടവും സംഭവിക്കാതെ നന്നായി നടത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവർകളെ നിങ്ങൾക്ക് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഇത്റാതിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഏറ്റവും ആദരം നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിശ്ചയിതനായ പ്രസിഡന്റ് സയ്യിദ് സുഫി മുക്തു തങ്ങൾ അവർകളെ, വഹിക്കുന്ന ഹസൻ മുസ്ലിയാർ, സമസ്തയുടെ ട്രഷറർ, ഇവിടെ സന്നിധരായിട്ടുള്ള കുഞ്ഞാണി മുസ്ലിയാർ, സേദവി മുസ്ലിയാർ കാളാവ്, ഹസൻ സഖാഫി പൂക്കോട്ടൂർ തങ്ങള്, മറ്റിവിടെ സന്നിധരായിട്ടുള്ള വാക്കോട്, മറ്റു വേദിയിലെ CP കുഞ്ഞാൻ, മറ്റു പ്രമുഖ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ സദസ്സിൽ സന്നിധരായ ബഹുമാന്യ സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മേവരും ബഹുമാനിക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾക്കും, അതുപോലെ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട CK സാദിഖ് മുസ്ലിയാർ അവർക്കും നൽകുന്ന ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ ഉള്ളത് ഏറെ സൗഭാഗ്യം നിറഞ്ഞ ഒരവസരമാണ്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ കേരളക്കരയിൽ ഇത്രയധികം പതിറ്റാണ്ടുകൾ പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം ഈ സമൂഹത്തിന് പകരുന്നതിന് വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തൊട്ട ആ പാരമ്പര്യത്തോടു കൂടി ഇസ്ലാമിന്റെ സുതാര്യത നിറഞ്ഞ ദർശനത്തെ കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു പോന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പരിശുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വിധിക്കപ്പെട്ട ആ പണ്ഡിത സമൂഹം കൂടി നിറവേറ്റിപ്പോന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കേരളക്കരയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ദീനിന്റെ വിശ്വാസ രംഗത്ത് പല രീതിയിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ബദഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോഴൊക്കെ തന്നെയും അതിനെ ശക്തമായി ചെറുത്തു നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ സുതാര്യതയെയും നമ്മുടെ വിശ്വാസ ദർശനത്തെയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ നിസ്വാർത്ഥമായി സേവനം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇത് ആധ്യാത്മികമായ ആത്മീയ ചിന്തയിൽ ഒതുങ്ങി നിന്ന് ഈ സമൂഹത്തിന്റെ ഇരു വീട്ടിലെ വിജയങ്ങളിലേക്കും കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം സൂഫി വര്യന്മാരായിട്ടുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്തവരൊക്കെ തന്നെയും അള്ളാഹുവിന്റെ ആരിഫീങ്ങളായിരുന്നു. അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിന്ന് ആധ്യാത്മിക ചിന്തയിൽ സൂഫി ദർശനത്തോടു കൂടി ജീവിച്ച മഹാത്മാക്കളാണ്. വർക്കലമിലെ കോയത്തങ്ങൾ അള്ളാഹു മറക്കല, കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹു മറക്കല, അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കാലം ആരെയും കാത്തു നിൽക്കാതെ ഓരോ ആളുകളും നമ്മിൽ നിന്ന് വിട്ടുപോവുകയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോ കാലഘട്ടത്തും അള്ളാഹു പകരക്കാരായിക്കൊണ്ട് വളരെ പ്രതിഭാശാലികളായിട്ടുള്ള പണ്ഡിതന്മാരെ അള്ളാഹു നമുക്ക് നൽകുന്നു. അതിന് ഉദാഹരണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സയ്യിദ് കുടുംബത്തിൽപ്പെട്ട സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ തവ്വലല്ലാഹു. അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്ത് എന്നറിഞ്ഞപ്പോൾ കേരളമാകെ സന്തോഷിച്ചു. കാരണം ദീനി രംഗത്ത് ഇത്രയധികം അനുഭവ സമ്പന്നനും ഒരുപാട് വിദ്യാർത്ഥികളെ, ശിഷ്യന്മാരെ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ട് കേരളത്തിൽ അറിയപ്പെട്ട അറബി കോളേജുകളിൽ ക്ലാസും ദർസും ഒക്കെ നടത്തി നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ശരീഅത്തിന്റെ വിധിവിലക്കുകളിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ, വിട്ടുവീഴ്ചയും ചെയ്യാതെ ദീനിനു വേണ്ടി മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷിക്കാറുണ്ട്. നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് മുസ്ലിം ജനതയെ വേദനിപ്പിച്ചൊരു വർഷമാണ്. രുടെ മരണമെന്ന് പറയുന്നത് മരണമാണ്. കാലം എന്നും വെമ്പൽ കൊള്ളുന്ന, അല്ലെങ്കിൽ കാലം എന്നും വിതുമ്പുന്ന മരണമാണ് പണ്ഡിതന്മാരുടെ മരണം. നമുക്ക് ഓരോ പണ്ഡിതന്മാരെ നഷ്ടപ്പെട്ടു പോയി. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കാളമ്പാടി ഉസ്താദ്, വായക്കുട്ടി മുസ്ലിയാർ, അതുപോലെ നമ്മുടെ AP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ബാപ്പു മുസ്ലിയാർ, ഇങ്ങനെയുള്ള കഴിഞ്ഞ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നമ്മൾ നോക്കിയപ്പോൾ ആ
സ്റ്റേജിൽ നമുക്ക് ദുഃഖത്തോടെ എല്ലാം നോക്കാൻ സാധിക്കില്ല. നിറഞ്ഞു നിന്ന പണ്ഡിത ശ്രേഷ്ഠരുടെ ഒരു വിടവ് അവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചു. ഒരു വലിയ ഗ്യാപ്പ്. അൽഹംദുലില്ലാ. പക്ഷേ ഇന്നത് നികത്താൻ വളരെ കരുത്തുറ്റ പണ്ഡിതന്മാർ നമുക്കുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തും ആയുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ സമുദായത്തെ നിർവയിലേക്ക് നയിക്കാൻ അള്ളാഹു അവർക്ക് കരുത്തും ഊർജവും എല്ലാം, എല്ലാ അനുഗ്രഹവും ബർക്കത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സാദിഖ് മുസ്ലിയാറുണ്ട്. അദ്ദേഹം വളരെ കാലം തൊട്ട് തന്നെ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിവിധ പോഷക സംഘടനകളിൽ, വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും മറ്റുമൊക്കെ ഓടി നടന്നുകൊണ്ട്, സാത്വികനായിക്കൊണ്ട്, ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട്, ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുക എന്നുള്ളത് വരച്ച് കാണിച്ചു തന്ന ജീവിതവും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവരൊക്കെ അനുഭവ സമ്പത്ത്, അവരുടെയൊക്കെ പരിചയ സമ്പന്നതയാണ് അവരെ ഇത്തരം നേതൃപദവിയിലേക്ക് എത്തിയതും. വിജ്ഞാനവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും, ഇത് രണ്ടും ഒത്തുകൂടിയിട്ടുള്ള നേതാക്കന്മാരാണ്. നമുക്കറിയാം മുത്തുക്കോയത്തങ്ങൾ, അദ്ദേഹം കാഞ്ഞങ്ങാട് സംയുക്ത കാലിയായിക്കൊണ്ട് ഇത് കാസർഗോഡ് ജില്ലയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടുത്തെ ആത്മീയപരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസന്നതയും ഇൽമിന്റെ ആഴവും ആത്മീയ ചൈതന്യവും ഒക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് നൽകും. അള്ളാഹു അവർക്കൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ അജയ്യമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആദരണീയനായ സമസ്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജഫ്രി തങ്ങൾ അവർക്ക് ജമിയത്തുൽ മുഅല്ലിമീന്റെ ജില്ലാ ഉപാധ്യക്ഷൻ BSK തങ്ങൾ അവർ ഷാളണയിക്കുന്നു. BSK തങ്ങൾ അവരെയും ജഫ്രി തങ്ങൾ അവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. സ്വാദിഖ് ഉസ്താദിനെ ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് ഹസൻ മുസ്ലിയാർ അവർ ഷാളനയിക്കുന്നു. അല്ലാഹു അക്ബർ. ജിഫ്രി തങ്ങൾ അവർ സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبراء وضرر. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله.
أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا الله ويعلمكم الله صدق الله مولانا العلي العظيم ബഹുമാനാദരവുള്ള മഹാനാവുന്ന പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഈ മഹത്താവുന്ന പരിപാടിയുടെ ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ ട്രഷറർ ബഹുമാനപ്പെട്ട CKM സാദിഖ് മുസ്ലിയാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും മഹാന്മാരാവുന്ന നേതാക്കന്മാർ, സാദാത്തുക്കൾ, ഇവിടെ ഈ വേദിയിൽ സംഘടിച്ച മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, ബഹുമാനമുള്ളവരെ, വളരെ അധികം സന്തോഷകരമായ ഒരു ചടങ്ങാണ്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മഹത്തുക്കളാവുന്ന ഒരുപാട് നമ്മുടെ ഉസ്താദന്മാർ വഫാത്തായി പോയ ഒരു ദുഃഖവർഷം എന്നൊക്കെ പറയാം. ഈ വർഷത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ കുമരംപുത്തൂർ ഉസ്താദ്, അവസാനമായും കൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പ ഉസ്താദ്. അപ്പൊ അവരൊക്കെ മരണപ്പെട്ടു പോയ ആ ദുഃഖത്തിലുള്ള ഒരു വർഷമാണിത്. അപ്പോൾ ഇതൊരു പൂർണ്ണമായിട്ടൊരു ദുഃഖത്തിന്റെ വർഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതോടുകൂടി ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു നഷ്ടവും ഇവിടെ നികത്തപ്പെടാത്തൊരു നഷ്ടമില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പലരും പറയലുണ്ടല്ലോ, നികത്തപ്പെടാത്ത നഷ്ടം. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്, നികത്തപ്പെടാത്ത നഷ്ടം എന്ന് പറയരുതടോ. അങ്ങനെ ഒരു നഷ്ടമില്ല. എല്ലാ നഷ്ടവും നികത്തപ്പെടേണ്ടതാണ്. അത് നികത്തപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അത് നികത്താൻ സാധിക്കുകയും ചെയ്യും, യാതൊരു സംശയവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് സമസ്തക്ക് നേതൃത്വം നൽകുന്ന ആളുകളെക്കാൾ എത്രയോ 10 മടങ്ങ് ഉന്നതന്മാരാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പ്രസിഡന്റുമാരെയും അതിൻ്റെ സെക്രട്ടറിമാരെയും അതിൻ്റെ ട്രഷറർമാർ, അതിലുള്ള പ്രമുഖ പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഇന്ന് സമസ്തക്ക് നേതൃത്വം നൽകുന്നവരെക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് വലിയവർ തന്നെയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമുക്ക് സന്തോഷമുണ്ട്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ കുഞ്ഞുമോൻ കൂടി നമ്മളെ ഈ സദസ്സിലുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇവിടെ നേതൃത്വം നൽകിയ ഏറ്റവും വലിയ പ്രഗത്ഭരാവുന്ന അതിൻ്റെ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽപ്പെട്ടതായ ഒരു പ്രസിഡന്റാണ്. അപ്പൊ അവരെ പോലെ ഇൽമിലും തഖ്വയിലും ഒക്കെ ആ നിലക്ക് എത്തിപ്പെടാൻ പറ്റിയവർ ആയിക്കോളണമെന്നില്ല പിന്നീട് വരുന്നവർ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയ്ക്ക് പകരം വെക്കാൻ പറ്റിയതായ ഒരാൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ വിഷയത്തിലും അവരോട് പകരം വെക്കാൻ പറ്റിയതായ ഒരാൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവില്ല. അതാണ് ഒരു സത്യം. അപ്പോ കഴിഞ്ഞു പോയവരൊക്കെ അവര് വലിയവരും അവര് മഹാന്മാരും ഒക്കെ തന്നെയാണ്. പക്ഷെ അവര് ഈ ഏറ്റെടുത്ത് നടത്തിയതായ ഈ ദൗത്യം ഉണ്ടല്ലോ, ആ ദൗത്യം ഇവിടെ നടത്താൻ പറ്റുന്നവര് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായി. അതാണ് നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാൻ പാടില്ല എന്ന് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്. മുമ്പൊരിക്കല് ഏതോ ഒരു സ്മരണികയിൽ അവരൊരു സന്ദേശം വാങ്ങാൻ വേണ്ടി വന്നപ്പോഴേ ആ മരണപ്പെട്ടു പോയ ആളെ പറ്റി നികത്താനാവാത്ത നഷ്ടം എന്ന് അതിൽ ബഹുമാനപ്പെട്ടവര് പറയുന്നതായിട്ട് എഴുതി. അപ്പൊ മൂപ്പര് പറഞ്ഞു അത് തടയാതെന്ന് പറഞ്ഞു. ഈ നികത്താനാവാത്ത നഷ്ടം എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഇല്ല, നികത്താൻ പറ്റുന്നതിനാണ്. അപ്പൊ നികത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്കുള്ള പ്രവർത്തനമാണ് ആവശ്യം. മഹാന്മാരൊക്കെ മരണപ്പെട്ടു പോകും, പക്ഷെ അവര് കാണിച്ചു തന്ന ആ പാന്താവിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിട്ട് നമ്മളെ കയ്യിലേൽപ്പിച്ച വിശുദ്ധമാവുന്നതായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് ഒരു പോറലും ഏൽപ്പിക്കാത്ത നിലക്ക് ആ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് അവര് വരച്ചൊരു വരണ്ട്, ആ വരയിൽ കൂടി മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ.
അതാ അവര് നമുക്ക് കാണിച്ച് അടയാളപ്പെടുത്തിയ ഒരു ലൈൻ. ആ ലൈന് വിട്ട് നമ്മൾ സഞ്ചരിച്ചു പോയാൽ അപ്പൊ നമുക്ക് നികത്താൻ കഴിയില്ല. അപ്പൊ അവരെ ലൈനിൽ കൂടി നമ്മൾ സഞ്ചരിക്കാം. എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചും വ്യക്തമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ മുൻഗാമികളായ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അതിൻ്റെ നയം പ്രഖ്യാപിക്കുകയും അത് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ആ നയത്തിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാൽ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിലേക്ക് യാതൊരു നിലക്കുള്ള കോട്ടം ഉണ്ടാവില്ല. അതല്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിനക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു കോട്ടം അത് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല. കാരണം അത്രയും വിശുദ്ധന്മാർ, നമ്മളൊക്കെ വിശുദ്ധന്മാരല്ലെങ്കിലും അത്രയും വിശുദ്ധന്മാരാവുന്ന ആളുകളാണ് ഈ പ്രസ്ഥാനത്തിനക്ക് ഇവിടെ ശിലട്ടത്. ഈ പ്രസ്ഥാനത്തിനക്ക് നേതൃത്വം നൽകി പോകുന്നത് ഈ കേരളത്തിൽ നമുക്കറിയാം മഹാന്മാരാവുന്നതായ സാദാതികളും മഹാന്മാരാവുന്നതായ പണ്ഡിതന്മാരും അവർ ഒത്തൊരുമിച്ച് നിന്നു. അവർ ഈ മുസ്ലിം ഉമ്മത്തിനെ ഒരു സിംഹം അതിൻ്റെ കുട്ടിക്ക് കാവലിരിക്കുന്നത് പോലെയെന്നൊക്കെ മഹാനാവുന്ന ഇമാം ബുസ്വരി തങ്ങൾ അവര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അഹല്ല ഉമ്മത്തഹു ഫീ ഹിർസി മില്ലത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ആ മില്ലത്തിന്റെ ആ പ്രത്യേക സുരക്ഷത്തിൽ ഉമ്മത്തിനെ അവിടെ ഇറക്കിക്കൊണ്ടിട്ട് സിംഹം അതിന്റെ കുട്ടികൾക്ക് കാവൽ നിൽക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ നിന്നു. അപ്പൊ അതുപോലെ ഈ കാവൽ നിന്ന് അവര് ആ ഒരു കാവൽ നിൽക്കുന്നതായ ഒരു പണിയാണ് ആ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റെടുത്തതായ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ആ ദൗത്യം അവര് നിർവഹിച്ചുകൊണ്ട് അവർക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മഹാന്മാര് കാണിച്ചു തന്ന ആ പാതയിൽ നിന്ന്, അല്ലെങ്കിൽ അവർ അടയാളപ്പെടുത്തിയതായ ആ ലൈനിൽ നിന്ന് ഒരു അണുമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താൻ പാടില്ല, തെറ്റാൻ പാടില്ല. ആ നിലക്ക് നമ്മൾ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും യാതൊരു നിലക്കുള്ളതായ പ്രഹരവും നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഉണ്ടാവില്ല, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അത്രമാത്രം വളരെ സുശക്തമായ നിലക്ക് വളരെ ഇഖ്ലാസോടുകൂടെ കെട്ടിപ്പടുത്തതായ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ പലതും ഉണ്ട്. എങ്കിലും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമായ ഖദ്ദസുല്ലാഹു ഒരു അവസരത്തിൽ കോഴിക്കോട് മലയോര പ്രദേശത്തുള്ള ഒരു കൂട്ടർ അവിടെ അവര് വളരെ വിഷമിച്ചുകൊണ്ടിട്ട് അവര് ശൈഖുനാന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾ അവിടെ 40% 60% അവിടെ മറു വിഭാഗക്കാരാണ്. ഞങ്ങൾക്കാണെങ്കിൽ വളരെ പാവപ്പെട്ടവരാണ്. ഒരു മദ്രസ ഉണ്ടാക്കാനോ ഒരു മദ്രസക്ക് സ്ഥലം വാങ്ങാനോ എന്നുള്ള സാമ്പത്തിക ആ നിലക്കുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങളെ നാട്ടിലുള്ള ആ മദ്രസയിൽ നിന്നുള്ള 40% ഞങ്ങൾ പിടിച്ചു വാങ്ങട്ടെ എന്ന് ചോദിച്ചു. മറുപടി, എന്തിടോ ഈ പറഞ്ഞു ചോദിച്ചു. ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ മൂപ്പരെ റൂമിൽ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ചലിച്ചുകൊണ്ട് എന്തിടോ ഈ പറഞ്ഞു ചോദിച്ചു ആ വന്നവനോട്. അവരൊരു വലിയ 4-5 ആളുകളുണ്ട്. പിടിച്ചു വാങ്ങട്ടെ എന്നോ? അതൊന്നും നമ്മളെ ശൈലിയല്ല. അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യുക, സബൂർ ചെയ്യുക. അവരോട് നല്ല നിലക്ക് നിങ്ങൾക്ക് അത് ഒരു ഏറ്റുമുട്ടലില്ലാതെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ. അതല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. നിങ്ങൾ ഒരു കുറഞ്ഞ സ്ഥലമൊക്കെ വാങ്ങി ഒരു മദ്രസ ഉണ്ടാക്കിക്കോളി. അപ്പൊ അതുവരെ ഞങ്ങളെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിപ്പോൾ നിങ്ങൾ ചെയ്യണമായിരിക്കും ചെയ്തോന്ന് പറഞ്ഞു. ആ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞേക്കണം. പിന്നെ കുറച്ച് മൂപ്പര് പറഞ്ഞതുപോലെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ആരോ സ്ഥലം കൊടുത്തു. ആ സ്ഥലത്തൊരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാനോട് വന്ന് തറക്കല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശിവന് പറഞ്ഞത് തങ്ങൾ വന്ന് തറക്കല്ലിട്ട് തരും, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് പോയി തറക്കല്ലിട്ട് കൊടുത്തും ചെയ്തു. അപ്പൊ ആ ഒരു നയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മളെ കൊണ്ടിട്ട് ഒരു ഫിത്തന ഒരു നാട്ടിലുണ്ടാവാൻ പാടില്ല. ഫിത്തന ഉണ്ടാക്കണവർ ഫിത്തന ഉണ്ടാക്കിക്കുകയാണെങ്കിൽ അവരതിനെ അനുഭവിച്ചോളും. നമ്മൾ ഇവിടുത്തെ പള്ളി പൂട്ടാനോ ഇവിടുത്തെ മദ്രസകൾ പൂട്ടാനോ ഒന്നും നമ്മൾ കാരണക്കാരാവാൻ പാടില്ല. സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമായ ദീനാണ്. ആ ദീൻ ഇവിടെ അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിക്കേണ്ട കാലത്തോളം അല്ലാഹു സംരക്ഷിക്കും. ആ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ അതിന്റെ മാർഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് നമ്മൾക്കൊരു ഉറച്ച വിശ്വാസമാണ്. നമുക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ദീനിനെ അല്ലാഹു സംരക്ഷിക്കുന്നത്.
സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ളതായ നമ്മുടെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ പൂർണ്ണമായും കൊണ്ടും നിയമപരമായി നമ്മുടെ പിടുത്തത്തിലാണോ എന്നുള്ളത് ഓരോ മഹല്ലത്തുകാരും ഓരോ മഹല്ലത്തിൽ നിൽക്കുന്നതായ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അത് നിയമപരമായി നമ്മളെ കയ്യിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുക. അനാവശ്യമായ നിലക്കുള്ള ഒരു തർക്കത്തിലേക്കും നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും ഏറ്റുമുട്ടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് പ്രാസ്ഥാനികമായിട്ട് പലർക്കും പല നിലക്കുള്ളതായ എതിർപ്പുകളും പല പ്രാസ്ഥാനികമായുള്ളതായ പല ഭിന്നതകളൊക്കെ ഉണ്ടാവും. ആ ഭിന്നതകളൊക്കെ നമ്മൾ ഒരു കലഹത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായ ഒരു സ്വഭാവം അത് നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നമ്മളിൽ നിന്ന് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ഏത് സ്ഥലത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉമറാവോ അല്ലെങ്കിൽ അതിൻ്റെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഒരു നിലക്കുള്ള ഏറ്റുമുട്ടൽ നമ്മളിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായിട്ടില്ല. അതൊട്ട് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിലും ഒന്നുകൂടി എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, അത് നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. പ്രാസ്ഥാനികമായി നമ്മളോട് വിട്ടുനിൽക്കുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യണ ഈ ആശയം അത് വിശുദ്ധമായ ദീനാണ്, യാതൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞല്ലോ. എല്ലാം നരകത്തിലാണ് ഒന്നൊഴികയിൽ. ആ ഒന്ന് എന്ന് പറഞ്ഞാൽ മാ അനാ അലൈഹി വസഹബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാനും എൻ്റെ സ്വഹാബത്തും അവര് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ പാതയിൽ കൂടി പൂർണ്ണമായി അതിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും യാതൊരു നിലക്കുള്ളതായ വ്യത്യാസമില്ലാതെ നടന്നു പോരുന്ന ആളുകൾ. അവരാണ് ഇവിടെ അവരാണ് ഈ വിജയത്തിന്റെ അവകാശികൾ. അപ്പൊ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസഹബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ച ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മൾ. അത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആശയം അത് വിശുദ്ധമായ ആശയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് കൈമാറി അവരവരെ ശിഷ്യന്മാർ മുഖേന മഹാന്മാരാകുന്ന നമ്മുടെ മശായിഖ് അസാത്തിദ് മുഖേന നമുക്ക് കിട്ടിയതാണ് ഈ വിശുദ്ധമായ ദീൻ. അപ്പൊ ഈ വിശുദ്ധമാവുന്നതായ ഈ ദീനിന് വേണ്ടി അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ നയത്തിനോടും അതിൻ്റെ അതിൻ്റെ ആശയങ്ങളോടും അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ അതിനോട് യോജിച്ച് പ്രവർത്തിക്കുന്ന പലരും പുറത്തുണ്ട്. യോജിച്ച ചിന്താഗതിക്കാർ പലരും പുറത്തുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരും വരിക. ആ പ്രസ്ഥാനത്തിന്റെ അതിൻ്റെ അംഗങ്ങളാവുക, അതിൻ്റെ പ്രവർത്തകരാവുക. ആരും വിട്ടു നിൽക്കാതെ. പല പണ്ഡിതന്മാരും നമുക്കറിയാം, പല പ്രസ്ഥാനങ്ങളും നമുക്കറിയാം. ഒക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ ആശയവും ആദർശമൊക്കെ ഉള്ള പല സംഘടനകളും ഇവിടെ ഉണ്ട്. ആ സംഘടനകളോടൊക്കെ പറയാനുള്ളത് അതാണ്. നിങ്ങളൊക്കെ ആ സംഘടനകൾ ആ സംഘടനകളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ലയിക്കാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാവും. വിശുദ്ധമായ ഈ ആശയം ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എന്ന് പറയുന്ന ഈ മഹത്താവുന്നതായ ഈ ആശയം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് കൈമാറി ആ വളരെ വിശ്വസ്തമാവുന്നതായ വഴിയിൽ കൂടി നമുക്ക് കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഒരിക്കലും കുഴപ്പക്കാരല്ല. ഈ കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയത് ആരും പറയില്ല. അങ്ങനത്തെ ഒരു ചരിത്രവും നമുക്കില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കും ഇവിടുത്തെ നിയമപാലകർക്കൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ BJPന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ നിലമ്പൂര് നമ്മളൊരു സമ്മേളനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ പൂവാട്ടുപറമ്പിലൊരു സമ്മേളനം. ഈ രണ്ട് സമ്മേളനത്തിലും ഞാൻ പങ്കെടുത്തതാണ്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാം, ഇന്നൊക്കെ അതിനക്ക് അനുമതി തരാൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മളെ പ്രവർത്തകരോടും നമ്മളെ സംഘാടകരോടും പറഞ്ഞത് എന്താ, അനുമതി തരാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് അനുമതി തരികയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളാണ്. നിങ്ങളിൽ നിന്ന് ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുഴപ്പമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു വിശ്വാസം നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഭരണകർത്താക്കൾക്കുണ്ട്.
ഇവിടുത്തെ നിയമപാലകർക്കുണ്ട്. ഈ വിശ്വാസം നമ്മൾ നിലനിർത്തണം. ആ വിശ്വാസത്തിന് എതിരാവുന്നതായ ഒരു പ്രവർത്തനം ഒന്നും തന്നെ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ഇവിടെ നമ്മൾ ഉള്ള ഈ ഐക്യം, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുള്ളതായ നമ്മുടെ ഈ ഐക്യം, രാഷ്ട്രീയമായി ചില സംഘടനകളും നമ്മളും തമ്മിലുള്ളതായ ഈ സൗഹാർദ്ദങ്ങളൊക്കെ, ഇതൊക്കെ ഇതിനൊക്കെ വിഘ്നം വരുത്തുന്നതായ ഒരു പ്രവർത്തനം അത് നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഇതൊക്കെ വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമാവുന്നതായ ചില സാഹചര്യങ്ങളും ചില പ്രത്യേകമാവുന്നതായ തീരുമാനങ്ങളുമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻഗാമികളാവുന്നതായ ഉസ്താദന്മാർ അവർ തീരുമാനിച്ചതും അവര് ഇവിടെ നമുക്ക് കാണിച്ചു തന്നതുമൊക്കെ. അപ്പൊ അതിനൊക്കെ എതിരായി കൊണ്ടുള്ളതായ ഒരു പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. ആ നിലക്ക് നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, കാലമൊക്കെ വളരെ മോശമായ കാലമാണെന്ന് നമുക്കറിയാം. ആ മോശമായ കാലത്തിനെ അതിജീവിച്ചു കൊണ്ടിട്ട് നമ്മുടെ ഇസ്സത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ളതായ പ്രവർത്തനമാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ എന്താവുക, വിശുദ്ധിയുള്ളവരാവുക, പൂർണ്ണമായി തഖ്വ. അതാണുള്ള സമസ്തന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അതാ. സമസ്ത എന്ന് പറഞ്ഞാൽ അത് തരീഖത്ത് ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒന്നാണെന്നാണ്. തരീഖത്ത് ശരീഅത്ത് രണ്ടും രണ്ടല്ല. ആ തരീഖത്തു ശരീഅത്ത് മുത്തറാദിഫാൻ, രണ്ടും മുത്തറാദിഫായ പര്യായ പദങ്ങളാണ് രണ്ടും. തരീഖത്ത് ശരീഅത്ത് എന്ന് പറഞ്ഞ ശരീഅത്തിനെ ശരിയായ റൂട്ട്, ആ ശരീഅത്തിന്റെ ശരിയായ സ്വഭാവങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കലാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറബ്ബിയായ ഷെയ്ഖായിരുന്നു, നമുക്കറിയാലോ. അതിന്റെ ശേഷം മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളി, ഇവരൊക്കെ മുറബ്ബിയായ മശായിഖന്മാരായിരുന്നു. ആ മുറബ്ബിയായ ഷെയ്ഖിനുണ്ടാവുന്ന സർവ്വ സ്വഭാവങ്ങളും അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ഷെയ്ഖ് എന്നുള്ള പേരിൽ പല കള്ളന്മാരും കേരളത്തിന്റെ പല ഭാഗത്തും അവരെന്താവുകയാണ്, വിലസാണ്. അവർക്ക് ഭൗതികമായ തടിന്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് മോചനം നൽകാൻ ഷെയ്ഖിനിക്ക് കഴിയണം. റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റണ നിലക്ക് നിന്റെ ഹൃദയത്തെ കടഞ്ഞ് ശുദ്ധീകരിച്ച് അത് വൃത്തിയാക്കി തരാൻ ഷെയ്ഖിനിക്ക് കഴിയണം. ഷെയ്ഖുക ഉവല്ലദീ അൻഹദത ഇലൈക ഇശാറത്തുഹു, ഷെയ്ഖിന്റെ നിർദ്ദേശങ്ങൾ ഓരോ സമയത്തും ആവശ്യമാകുന്ന സമയത്ത് നിനക്ക് വന്നുകൊണ്ടേയിരിക്കണം. നീയും ഷെയ്ഖും എത്ര ദൂരത്താണെങ്കിലും ഷെയ്ഖ് നിന്നെ കണ്ടുകൊണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിട്ട് നിന്നെ ക്ലിയർ ചെയ്യാൻ ഷെയ്ഖിനിക്ക് കഴിയണം. അവസാനം നിന്റെ കൈ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ തിരുഹദ്റത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അങ്ങനത്തെ മഹാന്മാരൊക്കെ അവരാണ് യഥാർത്ഥ. അവർ ചെയ്യണ പണിയാണ് ഒരു മനുഷ്യൻ എന്താക്കുക, ശരീഅത്തിന്റെ ശരിയായ സ്വഭാവത്തിൽ കൂടി കൊണ്ടുപോകാം. ആ പണി തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനെ ശരീഅത്തിന്റെ ശരിയായ സ്വഭാവത്തിൽ കൂടി ഓരോ സമയത്തും ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളുണ്ടാവും, ഓരോ ശർഈയാവുന്ന മര്യാദകൾ ഉണ്ടാവും. അതൊക്കെ പഠിപ്പിക്കുക. നഖം മുറിക്കണം, അത് എങ്ങനെയും മുറിച്ചാൽ പോരാ. ഇന്ന വിരലുമെന്ന് തുടങ്ങി ഇന്ന വിരലുമല്ല അവസാനിപ്പിക്കണം. എന്താപ്പ എങ്ങനെയെങ്കിലും മുറിച്ചിട്ടാ പോരെ, മുറിച്ചാൽ മതി. പക്ഷെ അത് പോരാ, അതിന് ചില പ്രത്യേകമാവുന്നതായ മര്യാദകൾ വിശുദ്ധമാവുന്ന ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശരീഅത്ത് നിശ്ചയിച്ച ആ മര്യാദയിൽ കൂടിയേ നഖം മുറിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെറിയൊരു സാമ്പിൾ, ഇങ്ങനെ ഓരോന്നിനും ശരീഅത്തിന്റെ പ്രത്യേകമാവുന്നതായ അതിൻ്റെ വളരെ വ്യക്തമാവുന്ന നിർദ്ദേശങ്ങളും അതിൻ്റെ വ്യക്തമാവുന്നതായ അതിൻ്റെ മര്യാദകളും ഒക്കെ വിശുദ്ധമാവുന്ന ശരീഅത്ത് അത് വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റൂട്ടിൽ കൂടി ഒരു മനുഷ്യനെ സഞ്ചരിപ്പിക്കുക, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതന്നെയാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ യഥാർത്ഥ തരീഖത്തിൽ കൂടി, അതായത് ശരീഅത്തിന്റെ മഹാനാവുന്ന റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞതുപോലെ ലാ തഖൂലു കമാ യഖൂലു ബഅദു ഹാദിഹിൽ മുതസവ്വിഫ, ഈ സൂഫിയാക്കളാണെന്ന് അഭിനയിക്കുന്ന ചില കള്ളന്മാരുണ്ട്. അവർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് എന്നാണ്. നഹ്നു അഹ്ലുൽ ബാത്തിൻ വ നഹ്നു അഹ്ലുല്ലാഹി, അല്ല നഹ്നു അഹ്ലുൽ ബാത്തിൻ വ അൻതും അഹ്ലുൽ ളാഹിർ. ഞങ്ങൾ ബാത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ പറയണമെന്നൊന്നും നിങ്ങൾക്ക് തിരിയില്ല, നിങ്ങൾ ളാഹിറിന്റെ അഹ്ലുകാരാണെന്ന് ചില കള്ളന്മാരാവുന്നതായ തരീഖത്തിന്റെ ആളുകൾ പറയും, ചില സൂഫിയാക്കൾ പറയും. അങ്ങനെ പറയാൻ പാടില്ല എന്ന മഹാനാവുന്നതായ റിഫായി ഷേഖ് തങ്ങൾ അവരെ മുരീദന്മാർക്ക് കൊടുത്ത നിർദ്ദേശം. ബഹുമാനപ്പെട്ടവര് അവർ തരീഖത്തിനെ പറ്റി അതിന്റെ ഉസൂലുകൾ വീഴിച്ചു കൊണ്ടിട്ട് അവരെ കിതാബാവുന്ന ബുർഹാനുൽ മുഅയ്യദിൽ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിക്കും. ലാ തഖൂലു കമാ യഖൂലു ബഅദു ഹാദിഹിൽ മുതസവ്വിഫ നഹ്നു അഹ്ലുൽ ബാത്തിൻ വ അൻതും അഹ്ലുൽ ളാഹിർ.
അപ്പൊ ഈ ബാത്തിന് വാഹിർ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ശരീഅത്ത്, ആ ശരീഅത്തിന്റെ ശരിയായ സ്വഭാവം ജനങ്ങളിൽ എത്തിച്ച ആ റൂട്ടിൽ കൂടി ജനങ്ങളെ കൊണ്ടുപോവുക. അത് തന്നെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഹാദാ ജിബ്രീലു ജാഅകും യുഅല്ലിമകും ദീനകും എന്ന് പറഞ്ഞല്ലോ. ആ ദീനിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഈമാനിനെ പറ്റി പറഞ്ഞു, അവസാനം ഇഹ്സാനിനെ പറ്റി പറഞ്ഞു. ഈ ഇഹ്സാന്റെ സ്വഭാവം ജനങ്ങളിൽ ഉണ്ടാക്കുക. ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുക. ഈ അവസ്ഥയായിരുന്നു അമ്പിയാക്കന്മാർക്ക് സർവ്വസമയത്തും ഉണ്ടായിരുന്നത്. വഹും മുലാസിമൂന ഹദ്റത്തുൽ ഖുദ്സ്, സർവ്വസമയത്തും അള്ളാഹുവിന്റെ ഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അങ്ങനെ ജീവിച്ചത്. ഒന്നേരെ മറിച്ചോ ആ അവസ്ഥ ഇല്ലാത്തവരായിരിക്കും സാധാരണക്കാരാവുന്ന നമ്മൾ. ആ അവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ കഴിയണത്ര നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ നിലക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, ലോകത്തുള്ളതായ സർവ്വ അറിവുകളും സർവ്വ വിഷയങ്ങളെ പറ്റിയുള്ളതായ അറിവുകളൊക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് മലവെള്ളം കുലം കുത്തി ഒഴുകി വരണമായിരിക്കും, ഒഴുകി വരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തെ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹു സിറഹുൽ, അവരാണ് നമ്മളെ കയ്യിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കുള്ളതായ അവർക്കുള്ളതായ ആ പ്രത്യേകമാവുന്ന ആ റൂട്ടിൽ കൂടി നമ്മൾ സഞ്ചരിക്കുക. അവര് ഇവിടെ നമുക്ക് കാണിച്ച് അവർ നമ്മളോട് പ്രഖ്യാപിച്ചതായ നയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തതായ നയമാണ്. അതോടുകൂടി ഇവിടെ ഉള്ളതായ സൗഹൃദങ്ങളും ഇതുള്ളതായ ഈ ബന്ധങ്ങളൊക്കെ അത് കൂട്ടി വളരെ ശക്തമായ നിലക്ക് അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകണം. എന്നാലേ നമ്മുടെ ഈ പ്രസ്ഥാനം അത് നമ്മൾ ഉദ്ദേശിച്ച നിലക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ കൂടിയതായ എല്ലാവരോടും, പ്രത്യേകിച്ച് ഇവിടെ കൂടിയ മഹാന്മാരാവുന്നതായ ഒരു ഈ ഉസ്താദന്മാര്, അവരൊക്കെ ഓരോ ഒരു നാട്ടിലുള്ള മദ്രസന്റെ സദർ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മദ്രസയിൽ ഒരു മുഅല്ലിം എന്നൊക്കെ പറഞ്ഞാൽ, അവര് ആ നാട്ടിനെ ഭരിക്കേണ്ടവരാണ്. ഭരിക്കണവരല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കേണ്ടവരാണ്. അപ്പൊ ആ ഭരിക്കാൻ പറ്റുന്നതായ ഗുണങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എന്താവണം? ജനങ്ങൾക്ക് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ നല്ല പ്രവർത്തനങ്ങളാവണം നിങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ആ നിലക്ക് നിങ്ങളോട് പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറയുന്നതായ റൂട്ടിലേക്കായിരിക്കും ജനങ്ങൾ നിങ്ങളെ പിന്നാലെ ആയിരിക്കും വരിക. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളതായ ഒരു ഏറ്റവും ശക്തമാവുന്നതായ ഒരു പ്രവർത്തനമാണ്. സമസ്തക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തമാവുന്ന പ്രവർത്തനമാണത്. നിങ്ങളെ ഓരോ പ്രവർത്തനങ്ങളും ശരീഅത്തിന്റെ ആ ശരിയായ റൂട്ടിൽ കൂടിയാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ആദാബും മര്യാദകളെ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതൻ ഉണ്ടാവേണ്ടതായ രൂപം അത് നമ്മളിൽ ഉണ്ടാവണം. പണ്ഡിതൻ ഉണ്ടാവേണ്ടതായ ഗുണം തെറ്റുകളെ ധാരിക്കപ്പെടുന്നതായ സംഗതികൾ അത് നമ്മൾ ഇന്ന് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ? റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പുറത്തു കൊടുത്തു എന്നല്ലല്ലോ പറഞ്ഞത്. ുള്ള മോശമായ സംഗതികൾ നബിയെ സംബന്ധിച്ച് ഊഹബോഹങ്ങൾ പറയുന്നത് വരെ ഇല്ലാതെയാക്കി. നാം ദോഷം ഉണ്ടെങ്കിലല്ലോ ദോഷം പുറത്തു കൊടുക്കല്ല, ദോഷം പൊറുക്കേണ്ട ആവശ്യമില്ല. നമ്മളുണ്ടല്ലോ ഇപ്പൊ ആ മന്ത്രിനെ പറ്റി ആക്ഷേപം, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ പറ്റി ആക്ഷേപം, ഇങ്ങനെ പറയപ്പെടുന്ന ഒരവസ്ഥ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കിക്കൊണ്ടുള്ള ഒരു വളരെ സുരക്ഷിതമാവുന്ന നിലക്കുള്ളതായ ഒരു സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അപ്പൊ നമ്മളിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി പോലും നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അന്നൽക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അത് ഇവിടുത്തെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, ഇവിടുത്തെ മഹാന്മാരാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉമറാ, ഇവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് ചെയ്യുന്നതായ ഏറ്റവും വലിയതായ ഒരു സേവനായിരിക്കും. നമ്മൾ പറയുന്നുണ്ടല്ലോ, രണ്ടു സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹൻ നാസു കുല്ലുഹു എന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഉമറാവും നാട്ടു നേതാക്കന്മാരും ആലിമീങ്ങളും ഇവർ ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പഴയ കാലത്ത് അതിന്റെ സ്വഭാവം എന്താ? ആലിമീങ്ങൾ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കലേന്ന് ഉമറാകും. അപ്പൊ ഉമറാവ് അല്ലാതെ രണ്ടവിടെ ഇങ്ങനെ ഒപ്പം നടക്കുക എന്നല്ല, ഉമറാവും ആലിമുടി ഇങ്ങനെ കൈയൊടിച്ച് നടക്കുക എന്നല്ല. ആലിമ് നടക്കേണ്ടടുത്ത് ആലിമ് നടക്കണം. ആലിമിന്റെ പിന്നിൽ ഉമറാവും വേണം. എന്നാലേ വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിർത്താൻ പറ്റുമോ? അത് മാത്രം പോരാ, ഒരുപാട് ഘടകങ്ങൾ വേണം വിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ആലിമീങ്ങൾ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്നതായ ഒരു സ്വഭാവമായിരുന്നു മുൻകാല ഉമറായിനിക്കുണ്ടായിരുന്നത്.
ആ ആലിമീങ്ങൾ ചെയ്യുന്നത് നോക്കി അത് ജീവിതത്തിൽ പകർത്തിയിരുന്ന് മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞ ഉമറാക്കന്മാർ ചെയ്തത് അതിന് പറ്റുന്നതായ സ്വഭാവമായിരുന്നു ആലിമീങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആലിമീങ്ങളാവുന്ന നമ്മളിൽ ആലിമിന് വേണ്ടതായ എല്ലാ ഗുണങ്ങളും ആ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. എന്നാൽ നമ്മൾ കൽപ്പിക്കാതെ തന്നെ അവർ നമ്മളോട് പിൻപറ്റും. നമ്മൾ പറയുന്നത് അവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി അവർ മുമ്പന്തിയിലുണ്ടാവും. അതാണ് രണ്ടും നന്നാവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ആലിമീങ്ങൾ നന്നാവേണ്ട സ്വഭാവത്തിൽ ആലിമീങ്ങൾ നന്നാവണം. ആലിമീങ്ങളിൽ നിന്നിട്ട് ആ നന്മ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഗുണങ്ങള് ഉമറാക്കന്മാരിലും വേണം. എന്നാൽ ഇവിടെ ലോകം നന്നായി ഈ സ്വഭാവമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പണ്ഡിതന്മാർക്ക് വേണ്ടത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഉമറായിനിക്ക് വേണ്ടത്. ആ നിലക്കുള്ളതായ ഒരു വിശുദ്ധി, ആ വിശുദ്ധി ഓരോരുത്തരിലും ഉണ്ടായിക്കൊണ്ടിട്ട് പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊക്കെ ഓരോ മഹല്ലത്തിലുള്ള ഓരോ ഉസ്താദന്മാരും അവരൊക്കെ ഓരോ പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു വ്യക്തിയല്ല, നിങ്ങളൊക്കെ വലിയ പ്രസ്ഥാനങ്ങളാണ്. നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഓരോ നാട്ടിലുണ്ടാവും. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ അവർ നിങ്ങളെ പിന്നിലായിരിക്കും. നിങ്ങളെ കുട്ടികൾ, ആ കുട്ടികൾക്കുള്ള രക്ഷിതാക്കന്മാർ അവർ നിങ്ങളെ പിന്നിലായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഉൾക്കൊള്ളാനും അവർക്ക് മാതൃകയാക്കാനും പറ്റുന്നതായ സ്വഭാവങ്ങളാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. ആ നിലക്കുള്ള ഉയർന്ന മൂല്യങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആ പേരിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല, ആരിൽ നിന്നും. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഓരോ ഘടകങ്ങളിലും അതിന്റെ ഒരു പ്രവർത്തകനാണെങ്കിൽ ആ പ്രവർത്തകനിൽ പോലും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഈ വിശുദ്ധമാവുന്ന അതിന്റെ നയം, അതിൻ്റെതായ അതിന്റെ ആ റൂട്ട്, അതിൻ്റെതായ മറ്റുള്ള ലക്ഷ്യങ്ങൾ, ഇതിന് കോട്ടം തെറ്റുന്ന ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് ഒരാൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാൽ അവൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അവന്റെ പ്രവർത്തനങ്ങളും അവനോട് ബന്ധപ്പെട്ടതൊക്കെ ഒരു ആക്ഷേപ വിധേയമാവാൻ പാടില്ല. അവന്റെ വാക്കുകളും അങ്ങനെ തന്നെ, അതൊരു ആക്ഷേപ വിധേയമാവാൻ പാടില്ല. ആ നിലക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതായ ഒരു പ്രസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും ബോധവാന്മാരാവണം. ആ നിലക്ക് ഈ പ്രസ്ഥാനത്തിന് മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാരൊക്കെ ഇതിനെ എങ്ങനെയാണോ ഈ പ്രസ്ഥാനത്തിന് അവർ നയിച്ചിട്ടുള്ളത്, ആ നിലക്ക് ഈ പ്രസ്ഥാനത്തിനെ നയിക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ പ്രവർത്തകരാവുന്ന നമുക്കൊക്കെ അവരോട് പിൻപറ്റിക്കൊണ്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. മഹാന്മാരാവുന്ന ഈ മുഅല്ലിമീങ്ങൾ അവര് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ദൗത്യം ഓരോ ചെറിയവനിലേക്കും വലിയവനിലേക്കും എത്തിക്കുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സർവ്വ ഖിദ്മത്തുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അവരിവിടെ ഒരുക്കിയതായ ഈ സ്വീകരണത്തിന് നന്ദി പറയലൊന്നും ഞങ്ങളെടുത്ത് വാക്കുകളില്ല. അത്രയും വലിയതായ ഒരു സ്വീകരണമാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളോട് ചെയ്തു തരാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നമ്മൾ ചെയ്യുന്ന ഖിദ്മത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിരിൽ വരുന്നതായ അതിന്റെ പോഷക സംഘടനകൾക്ക് എതിർ വരുന്ന എന്ത് ദുശക്തികൾ ഉണ്ടെങ്കിലും ആ ശക്തികൾക്കുള്ളതായ ഷറുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ കാത്തു രക്ഷിക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. മഹാന്മാരാവുന്ന നമ്മുടെ മരണപ്പെട്ടുപോയ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സേവനം ചെയ്തു പോയ ഒരുപാട് മഹാന്മാരാവുന്നതായ സാദാത്തുകൾ നമുക്കറിയാം. ബഹുമാനപ്പെട്ടതായ പാണക്കാട് സാദാത്തുകൾ, അതുപോലെ തന്നെ ബാഫഖി സാദാത്തുകൾ തുടങ്ങി ഓരോ കബീലയിലുള്ളതായ സാദാത്തുകളും അവർക്കുള്ളതായ കഴിവനുസരിച്ചൊക്കെ അവരിവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാര് അവർ നമുക്കിവിടെ സേവനം ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ളതായ ഖിദ്മത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവർക്കൊക്കെ ആഖിറത്തിലുള്ള ദർജന അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവർ നമ്മളൊക്കെ സ്വർഗത്തിൽ മഹാന്മാരാകുന്ന മശായിഖന്മാരോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. നിങ്ങളുടെ ഈ സ്വീകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായും കൊണ്ട് ഖബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. നമ്മുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്നുള്ള പലരും രോഗികളാണ്. അവർക്കൊക്കെ ഉള്ള രോഗത്തിന് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഉള്ള രോഗത്തിന് അല്ലാഹു ശിഫയാക്കി തരട്ടെ. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചെറുവാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ആദരണീയരായ തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ദുആ ആണ് ഇപ്പോൾ നാം ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വഫാത്തായി പോയ ഉസ്താദുമാർക്ക് വേണ്ടി, നമ്മുടെ മശായിഖുമാർക്ക് വേണ്ടി, വാപ്പുസ്താദിന് വേണ്ടിയൊക്കെ ഉൾപ്പെടുത്തി ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പിരിയാണ്. കുഞ്ഞാണി ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാരും ഒക്കെ ഇവിടെയുണ്ട്. ദുആയിലേക്ക് പ്രവേശിക്കുന്നു. നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم انا نسالك باسمائك الحسنى وبحق جميع صفاتك السنيه وكلماتك العليه ومواهبك الجليه وبحق طه وياسين وسوره البقره وملائكه الله المقربين والانبياء والمرسلين واصحاب رسول الله وازواج رسول الله واولاد رسول الله واصحاب الاعباء والائمه الاربعه، خاصه بحق الامام امام الائمه امامنا الشافعي رضي الله تعالى عنه، وبحق جميع الفقهاء والعلماء والمحدثين والمفسرين والاقطاب والابذال والنجباء والنقباء ورجال الغيب المتصرفين في هذه النوبه، خاصه بحق قطب اقطابهم وقطب هذه القريه، وبحقوق جميع مشايخنا واجدادنا ومشايخ الطرائق الموصله الى الله، خاصه بحق جميع مشايخنا في سلسله القادريه الايدروسيه العلويه، خاصة وبحقوق جميع مشايخنا في سلسلة الرفاعية، خاصة منهم بحق شيخنا ومرشدي والمربي الجليل الشيخ شمس العلماء قدس الله، وبحقوق أصولهم ومشايخهم وأتباعهم وأنصارهم ومحبيهم وزوارهم إلى يوم الدين. اللهم اجعل ثواب أن تجعل ثواب قراءتنا إلى حضرة روح حبيبنا الذي نويناه بهذا الدعاء. اللهم اغفر له، اللهم ارحمه، اللهم اعف عنه، اللهم اكرمه، اللهم ادخله الجنة مع الأبرار، اللهم نور قبره بنور القرآن، اللهم البسه ثياب الجنة، اللهم ثبت قدميه على الصراط يوم تزل فيه الأقدام، اللهم اجمعنا وإياه في جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل ثواب قراءتنا فكاكا له وفداء له من النار. اللهم إن كان محسنا فزد في حسناته وإن كان مسيئا فتجاوز عن سيئاته. اللهم أعذه من عذاب القبر ومن عذاب النار. اللهم أعذه من عذاب القبر ومن عذاب النار. اللهم أعذه من عذاب القبر ومن عذاب النار. اللهم اغفر له، اللهم ارحمه، اللهم اعف عنه، اللهم أكرمه، اللهم ادخله الجنة مع الأبرار. اللهم اغفر له، اللهم ارحمه، اللهم اعف عنه، اللهم اكرمه، اللهم ادخله الجنة مع الأبرار. اللهم لا تفتنا بعده ولا تحرمنا أجره واغفر لنا وله. اللهم اجمعنا وإياه في جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل ثواب قراءتنا هدية إلى حضرات أرواح هؤلاء الشرفاء المذكورين، خاصة إلى حضرات أرواح جميع مشايخنا وأساتذتنا الذين قاموا بالخدمة الجليلة في ميدان سمستك على جميع العلماء، وإلى حضرات أرواح جميع المؤمنين والمؤمنات. اللهم اغفر لهم، اللهم ارحمهم، اللهم اعف عنهم، اللهم أكرمهم، اللهم ادخلهم الجنة مع الأبرار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ثبت عقيدتنا على عقيدة أهل السنة والجماعة. اللهم وفقنا لنشر هذه العقيدة المقدسة. اللهم
اللهم إنا نسألك بحق طه وياسين وسورة البقرة وبحقوق جميع مشايخنا وأجدادنا أن تحفظنا من شر الجن والإنس والشياطين والكفرة والسحرة والظالمين والعدوين والمعاندين والأمراض كلها، الأمراض الظاهرية والباطنية والقلبية والبدنية والروحانية والجسمانية، إنك على كل شيء قدير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم احفظنا يا حفيظ يا حفيظ يا حفيظ، آمين برحمتك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ സഹകരിച്ച, ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സമസ്തയുടെയും പോഷക സംഘടനയുടെയും നേതാക്കൾ, പ്രവർത്തകർ, വിശിഷ്യ മുഅല്ലിം സുഹൃത്തുക്കൾ, ഉമറാക്കൾ തുടങ്ങി ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ പേരിൽ 1000 കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷാനുമതിയോടുകൂടി ഈ യോഗം 3 സ്വലാത്തോടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.